ഹായ്, എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പിസ്സ സോസ് ആണ്. അപ്പം നമുക്കിത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 തക്കാളിയോളം എടുത്തിട്ടുണ്ട്. ഇപ്പം ചെറുതൊക്കെ ആയതുകൊണ്ട് ഒരു 8 തക്കാളി കണക്കാക്കിയാൽ മതി. അപ്പം ഈ തക്കാളിയുടെ നടുവിത്തെ ഭാഗമൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ എല്ലാ തക്കാളിയുടെ ഈ നടുവിത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പൊ ഇതിനായിട്ട് തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പഴുത്ത തക്കാളി എടുക്കണേ. എനിക്കിപ്പോൾ നല്ല പഴുത്ത തക്കാളി കിട്ടിയിട്ടില്ല. അതിനായിട്ട് ഞാനൊരു പകുതി സവോളയും കൂടി എടുക്കുന്നുണ്ട്. അതും ഇതിലേക്ക് മുറിച്ചിടാം. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് 5 വറ്റൽമുളകാണ്. അപ്പൊ കാശ്മീരി മുളകാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറും കിട്ടും, കുറച്ചുകൂടെ എണ്ണം കൂടുതൽ എടുക്കുക. അപ്പൊ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ തക്കാളിയും ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി തിളയ്ക്കുന്നിടം വരെ ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പൊ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും അതിന്റെ തൊലിയൊക്കെ വിട്ടുപോരാൻ തുടങ്ങും. ആ സമയത്ത് വെള്ളം ഊറ്റിക്കളയുക. ഇതിന്റെ ചൂടെല്ലാം ആറിയതിനു ശേഷം നമുക്ക് തക്കാളിയുടെ തൊലി നീക്കം ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എന്റെ മറ്റു വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണുക. ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും തൊലി റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അരയ്ക്കുമ്പോൾ എളുപ്പത്തിൽ അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു തരിതരിപ്പുള്ള രീതിയിൽ ഒന്ന് അരച്ചിട്ട് വരാം. ഈ ഒരു രീതിയിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിസ്സയിൽ എപ്പോഴും നമ്മൾ ഒലിവ് ഓയിലൊക്കെ അല്ലേ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് തന്നെ കുറച്ച് സമയം ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബേസിൽ ഒറിഗാനോ എന്ന് പറഞ്ഞിട്ടുള്ള 2 ലീവ്സ് ആണ്. ഒറിഗാനോ ഞാൻ 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പക്ഷേ ഒറിഗാനോ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. അപ്പോൾ ആ പിസ്സയുടെ ഫ്ലേവറും ആ സ്മെല്ലും എല്ലാം വരണമെങ്കിൽ ഒറിഗാനോ എന്തായാലും ചേർക്കണം. അപ്പോൾ ബേസിൽ ഞാനിവിടെ 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമില്ല, എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആണ്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് തിളയ്ക്കുമ്പോൾ ദേഹത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇതിന് പുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർക്കാവുന്നതാണ്. എൻ്റെ തക്കാളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പുളി ഉള്ളത് കൊണ്ട് ഞാൻ വിനീഗർ ചേർക്കുന്നില്ല. പഞ്ചസാരയും വിനീഗറും ചേർക്കുന്നത് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച്, ഇപ്പോൾ തക്കാളിയുടെയൊക്കെ പുളിയുടെ അനുസരിച്ചൊക്കെ മാറി വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഒറിഗാനോയും ബേസിലെല്ലാം എല്ലാ സൂപ്പർ മാർക്കറ്റിലും നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ തിക്കായി വന്നിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിസ്സയുടെ വീഡിയോ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതും കാണണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.